ആർ എസ് എസിൻ്റെ ഒരു ദേശീയതയുടെ അടിസ്ഥാന സ്വഭാവം കഴിഞ്ഞ പ്രാവശ്യം സൂചിപ്പിച്ചു. അതെങ്ങനെയാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ, പ്രത്യേകിച്ച് സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള കാലഘട്ടത്തിൽ അതെങ്ങനെയാണ് അത് പ്രതിഫലിച്ചത് എന്നുള്ളതാണ് നമ്മളിനി പരിശോധിക്കാനായിട്ട് പോകുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന്, ആർ എസ് എസിൻ്റെ ഈ നിലപാടുകൾ, അത് നേരത്തെ സൂചിപ്പിച്ചൊരു കാര്യമാണ്, നിലപാടുകളുടെ പിന്നിൽ ബ്രിട്ടീഷുകാരുടെ ഇടപെടലിൻ്റെ ഭാഗമായിട്ടും ഇന്ത്യയിൽ തന്നെ നിലനിന്നിരുന്ന മതപരമായിട്ടുള്ള ഭിന്നതകളുടെ അടിസ്ഥാനത്തിലും രൂപം കൊണ്ട വർഗീയ സംഘർഷങ്ങൾ ഈ പറയുന്ന ആർ എസ് എസിൻ്റെ വളർച്ചയുടെ പിന്നിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചു എന്നുള്ളത് നേരത്തെ കണ്ടിട്ടുള്ളൊരു കാര്യമാണ്. ഇവിടെ 1930 വരെ, അത് മുമ്പ് പറഞ്ഞിട്ടുള്ളൊരു കാര്യം തന്നെയാണ്, 1930 വരെ ആർ എസ് എസ് യഥാർത്ഥത്തിൽ ഒരു പൊതുധാരയുടെ ഭാഗമായിട്ട് തന്നെ നിൽക്കുകയാണ് ചെയ്തത്. അവരുടെ നിലപാടുകളിൽ അടിസ്ഥാനപരമായിട്ടുള്ള വ്യത്യാസങ്ങൾ ഉണ്ടായാൽ പോലും ഈ പൊതുധാരയിൽ നിന്ന് അവർ പൂർണ്ണമായിട്ട് വേറിട്ട് പോകാനൊന്നും അവർ ശ്രമിച്ചിരുന്നില്ല. പക്ഷേ 1930 എത്തിയോടുകൂടി അവരുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഹിന്ദു രാഷ്ട്രത്തിൻ്റെ സ്ഥാപനമാണ്, ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്നൊരു സങ്കല്പത്തിൻ്റെ സ്ഥാപനമാണ്. ആ ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്ന സങ്കല്പം അവരെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് അഫ്ഗാനിസ്ഥാൻ മുതൽ ബർമ്മ വരെ കിടക്കുന്ന മുഴുവൻ പ്രദേശങ്ങളടങ്ങുന്ന ഒരു അഖണ്ഡ ഭാരതമാണ്. പക്ഷേ അത് നിലവിൽ വരില്ല എന്നുള്ള തോന്നൽ ശക്തമായിട്ട് 1930 ഉണ്ടാവാനായിട്ട് ആരംഭിച്ചു. അതിൻ്റെ പിന്നിൽ മുസ്ലിം ലീഗ് പാകിസ്ഥാനിനെ കുറിച്ചുള്ള ഡിമാൻഡ്, ആവശ്യം ഔദ്യോഗികമായിട്ട് ഉന്നയിച്ചതോടുകൂടി ഇത് വളരെ പ്രകടമായി തീർന്നു. അപ്പോൾ നമ്മളിവിടെ മുസ്ലിം ലീഗ് എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു ഡിമാൻഡ് ഉന്നയിച്ചത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പൂർണ്ണമായിട്ടും കടക്കുന്നില്ല. പക്ഷെ നമ്മളിവിടെ 2 കാര്യങ്ങൾ ഇവിടെ പ്രധാനമായിട്ട് വരും. ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1930 ഇന്ത്യക്കകത്തുള്ള പല പ്രദേശങ്ങളിലും പല രീതികളിലുള്ള സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങളുടെ വ്യത്യസ്തമായിട്ടുള്ള രൂപങ്ങൾ വളർന്നു വന്നിരുന്നു എന്നുള്ളത് നമ്മളിവിടെ കാണേണ്ടതാണ്. ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ചില ഭരണാധികാരികൾ, ബറോഡ, ജാംനഗർ, ഹൈദരാബാദിലെ നൈസാം, തിരുവിതാംകൂറിലെ രാജാവ് തുടങ്ങിയിട്ടുള്ള ആളുകളൊക്കെ തന്നെ ഏതാണ്ട് അവരുടേതായിട്ടുള്ള രീതിയിലുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി പതുക്കെ വാദിച്ചു തുടങ്ങി എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നാണ്. രണ്ടാമത്തത്, അതിനോടൊപ്പം തന്നെ അന്ന് ബംഗ്ലാദേശ് എന്നറിയപ്പെടുന്ന കിഴക്കൻ ബംഗാളിലും അതുപോലെ തന്നെ ഇന്നത്തെ പാകിസ്ഥാൻ എന്ന് പറയുന്ന പ്രദേശങ്ങളിലുമൊക്കെ തന്നെ പ്രാദേശികമായിട്ടുള്ള വിഭാഗങ്ങൾ, അതിലേറ്റവും പ്രധാനമായിട്ടും ഇന്നത്തെ നമ്മുടെ പാകിസ്ഥാനിൽ പ്രാദേശികമായ വിഭാഗം മുസ്ലിം ലീഗായിരുന്നു. ബംഗാളിൽ അതിന് തുല്യമായിട്ട് മുസ്ലിം ലീഗിന് വലിയ സ്വാധീനമൊന്നുമില്ലായിരുന്നു. അതിന് പകരം മുസ്ലിങ്ങളുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ സ്വാധീനമുണ്ടായിരുന്ന പാർട്ടി മെഹബൂബുൽ ഹഖ് എന്ന് പറയുന്ന ആളുടെ നേതൃത്വത്തിലുള്ള കിസാൻ മസ്ദൂർ പാർട്ടിക്കായിരുന്നു. കിസാൻ മസ്ദൂർ പാർട്ടി പരസ്യമായിട്ടൊരു വേറിട്ട് പോകൽ വാദത്തിനൊന്നും വേണ്ടി നിന്നിട്ടില്ല. പക്ഷേ അതേസമയം തന്നെ മുസ്ലിം ലീഗ് 1930 വേറിട്ട് പോകലിന് വേണ്ടിയിട്ട്, അതായത് പാകിസ്ഥാൻ എന്ന് പറയുന്ന വാദം ഉന്നയിച്ചു എന്നുള്ളത് മാത്രമല്ല, അവർക്ക് 1937 തെരഞ്ഞെടുപ്പിൽ 1937 ആദ്യമായിട്ടാണ് ഇവിടെ ഒരു പൊതു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നടക്കുന്നത്. അത് പ്രധാനമായിട്ടും ഇവിടുത്തെ പ്രോപ്പർട്ടി ക്ലാസസിന് വേണ്ടി മാത്രമുള്ളൊരു തെരഞ്ഞെടുപ്പായിരുന്നു. സാധാരണക്കാർക്ക് എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള അവകാശം ഇല്ലായിരുന്നു. പക്ഷേ അങ്ങനെ വരുമ്പോൾ ഈ പ്രോപ്പർട്ടി ക്ലാസസിൻ്റെ ഉള്ളിൽ നിന്നുള്ള തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നടന്ന 1937 പക്ഷേ അവിടെ നമുക്ക് നോർത്ത് വെസ്റ്റേൺ ഫ്രോണ്ടിയർ പ്രൊവിൻസസ് എന്ന് വിളിക്കുന്ന വടക്ക് പടിഞ്ഞാറ് അതിർത്തി പ്രവിശ്യ എന്ന് വിളിക്കുന്ന പ്രദേശത്ത് അവിടെ മുസ്ലിം ലീഗിന് വലിയൊരു മേൽക്കൈ കിട്ടി എന്നുള്ളൊരു വസ്തുതയാണ്. മുസ്ലിം ലീഗ് തന്നെ അതിനെ അവരുടെ സ്വതന്ത്ര രാഷ്ട്രത്തിന് വേണ്ടിയുള്ള ഡിമാൻഡിനുള്ള ജനങ്ങളുടെ പിന്തുണയായിട്ട് വ്യാഖ്യാനിക്കുകയും മുൾത്താൻ എന്ന് പറയുന്ന പ്രദേശത്തും വീണ്ടും അവർക്ക് വൻതോതിലുള്ള ഭൂരിപക്ഷം കിട്ടിയോടുകൂടി ഈ പറയുന്ന ഒരു സംഗതിക്ക് ഏതാണ്ട് ഒരു ആധികാരികത കൈവരികയും ചെയ്തു. അപ്പോൾ ഇവിടെ ഞാൻ സൂചിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന്, കോൺഗ്രസിൻ്റെ നേതൃത്വത്തിന് പുറത്തു നിന്നുള്ള വിഭാഗങ്ങൾക്ക് മുസ്ലിം ജനതയ്ക്കിടയിൽ വൻതോതിലുള്ള ഒരു പിന്തുണ ലഭിച്ചു എന്നുള്ളതാണ് ഇതിൽ നമ്മൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്ന്. ഇത് യഥാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ അകത്ത് തന്നെ വലിയ പ്രശ്നങ്ങളുണ്ടാക്കി. ഒന്ന്, ഈ പശ്ചാത്തലത്തിലാണ് കോൺഗ്രസ് യഥാർത്ഥത്തിൽ മുമ്പ് സൂചിപ്പിച്ചൊരു കാര്യമാണ് 1938 ഹരിപുര കോൺഗ്രസ്സിൽ വെച്ചിട്ട്
എസുമായിട്ടുള്ള സഖ്യം എന്ന് പറയുന്ന എസുകാരെ കോൺഗ്രസ്സിനകത്ത് നിർത്തിക്കഴിഞ്ഞാൽ അത് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളുടെ, ഇന്ന് നമ്മൾ ന്യൂനപക്ഷങ്ങൾ എന്ന് വിളിക്കുന്ന മുസ്ലിം ക്രിസ്ത്യൻ ജനവിഭാഗങ്ങളിലേക്ക് പിന്തുണ നഷ്ടപ്പെടാനിടയാക്കും എന്നുള്ളത് മാത്രമല്ല, അതിനോടൊപ്പം തന്നെ ഒരു വലിയൊരു ശതമാനം സോഷ്യലിസ്റ്റുകളടക്കമുള്ള ജനവിഭാഗങ്ങളും ഇന്ന് പുറത്തു പോകുമെന്നുള്ളൊരു ഒരു ഭയം കോൺഗ്രസിൻ്റെ അകത്ത് തന്നെ ഉണ്ടായി വരികയും അതിൻ്റെ പശ്ചാത്തലത്തിൽ ഈ ദ്വയാംഗത്വത്തിനെക്കുറിച്ച് വലിയൊരു ചർച്ച നടക്കുകയും ചെയ്തു. ദ്വയാംഗത്വം എന്ന് പറയുന്നത് ആർ എസ് എസ് മെമ്പർഷിപ്പും കോൺഗ്രസ് മെമ്പർഷിപ്പും ഒരേ സമയത്ത് കാത്തു സൂക്ഷിക്കുന്ന ആൾക്കാരുടെ പറ്റിയുള്ളൊരു ചർച്ച അവിടെ ഉണ്ടായി വരികയും ചെയ്തു. ദ്വയാംഗത്വത്തിനെതിരായിട്ട് ഏറ്റവും ശക്തമായിട്ട് വാദിച്ചത് സോഷ്യലിസ്റ്റ് ഇടതുപക്ഷമായിരുന്നു. ഈ സോഷ്യലിസ്റ്റ് ഇടതുപക്ഷവും നെഹ്റു പോലെയുള്ള ലിബറൽ ഇടതുപക്ഷവും ഒക്കെ കൂടിച്ചേർന്നുകൊണ്ടുള്ള വിഭാഗമാണ് കാലത്ത് ഇതിനെതിരായിട്ട് ശക്തമായിട്ട് വാദിച്ചത്. അത് അവസാനം അതിന് പിന്തുണ ലഭിക്കുകയും എസുകാർ കോൺഗ്രസ്സിന് പുറത്തു പോവുകയും ചെയ്തു. അപ്പോൾ എസുകാർ കോൺഗ്രസ്സിന് പുറത്തു പോയതിന് ശേഷം അവർക്കൊരു വ്യക്തമായ രാഷ്ട്രീയ പ്ലാറ്റ്ഫോം അപ്പോൾ ആവശ്യമായി വന്നു. ഇവിടെ നിന്നാണ് നമ്മൾ യഥാർത്ഥത്തിൽ മറ്റൊരു തരത്തിലുള്ള ഒരു പ്രവണതയിലേക്ക് നമ്മൾ നീങ്ങാൻ ആരംഭിക്കുന്നത്. എസുകാർ പുറത്തു പോകുന്നത് വരെയുള്ള കോൺഗ്രസ് തന്നെ യഥാർത്ഥത്തിൽ എല്ലാവർക്കും അറിയുന്ന പോലെ കോൺഗ്രസിൻ്റെ അകത്തൊരു ഇടതുപക്ഷവും വലതുപക്ഷവും ഉണ്ടായിരുന്നു. ഈ കോൺഗ്രസ്സിലെ വലതുപക്ഷം എന്ന് പറയുന്നത് മഹാത്മാഗാന്ധി കൂടുതൽ വലതുപക്ഷത്തോട് അനുഭവമുള്ള ഒരാളായിരുന്നു. പക്ഷേ കോൺഗ്രസ്സിലെ വലതുപക്ഷം എന്ന് പറയുന്നതിൽ ശക്തമായിട്ടുള്ളൊരു ഹിന്ദു സ്വാധീനമുണ്ടായിരുന്ന ഒരു വലതുപക്ഷമായിരുന്നു എന്നുള്ളത് നമ്മൾ അറിയുന്ന കാര്യം. പണ്ഡിറ്റ് സീതാറാമിനെ പോലെ, മദൻ മോഹൻ മാളവിയെ പോലെ അത്തരത്തിലുള്ള ഒരുപാട് ആളുകൾ യഥാർത്ഥത്തിൽ കോൺഗ്രസ് വലതുപക്ഷത്തിൻ്റെ ഭാഗമായിട്ട് നിന്നിരുന്ന ആളുകളാണ്. അപ്പം ഇത്തരത്തിൽ വന്നപ്പോൾ ഈ ഹിന്ദു പ്രാതിനിധ്യം എന്ന് പറയുന്നത്, തീവ്ര ഹിന്ദു പ്രാതിനിധ്യം കോൺഗ്രസിൻ്റെ അകത്തു നിന്ന് പുറത്തു പോയതോടുകൂടി ഈ കോൺഗ്രസ് വലതുപക്ഷത്തെ ഉപയോഗിച്ചുകൊണ്ടുള്ള ശക്തമായിട്ടുള്ള ജനസ്വാധീനം സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളത് എസിൻ്റെ ഒരു അജണ്ടയായിരുന്നെങ്കിൽ അത് നടപ്പിലാക്കാൻ കഴിയാത്തൊരു സ്ഥിതിവിശേഷം 1938 ശേഷം വന്നു. ആ ഒരു സാഹചര്യത്തിലാണ് സവർക്കർ അതിനു മുമ്പ് തന്നെ ഉയർത്തിയിരുന്ന ഹിന്ദുരാഷ്ട്രത്തിൻ്റെ മുദ്രാവാക്യം എന്ന് പറയുന്നത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവരൊരു ക്യാമ്പയിൻ പോയിൻ്റാക്കി മാറ്റിയത്. യഥാർത്ഥത്തിൽ ഈ ക്യാമ്പയിൻ പോയിൻ്റാക്കി മാറ്റുന്നതോടുകൂടി ഏറ്റവും ഗൗരവമുള്ള 2 മാറ്റങ്ങളാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉണ്ടായി വന്നത്. ആ ഗൗരവമുള്ള 2 മാറ്റങ്ങളെന്ന് പറയുന്നത്, അതുവരെ 1938 വരെ യഥാർത്ഥത്തിൽ പൂർണ്ണമായി സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത് ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടമായിട്ട് കണക്കാക്കിയിരുന്നെങ്കിൽ, സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഇന്ത്യയുടെ അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഇന്ത്യയുമായിട്ട് ചേർന്ന് നിൽക്കാൻ തയ്യാറുള്ള ഇന്ത്യയിലെ രാജ്യങ്ങളുടെ ഒക്കെ തന്നെ ഒരു മോചനമാക്കി കണക്കാക്കിയിരുന്നുവെങ്കിൽ 1938 ശേഷമുള്ള കാലഘട്ടത്തിൽ ഒരു വശത്ത് പാകിസ്ഥാൻ വാദവും മറുവശത്ത് ഹിന്ദു രാഷ്ട്രവാദവും അങ്ങനെയുള്ള കൃത്യമായ ചേരിതിരിവ് എന്ന് പറയുന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉണ്ടായി വന്നതായിട്ട് നമുക്ക് കാണാം. ഈ ചേരിതിരിവ് എന്ന് പറയുന്നത് ഒരർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തെ അതിനെ ഒരു ദ്വിമുഖ സ്വഭാവമുള്ള രാഷ്ട്രീയമായിട്ട് മാറ്റുന്നു. ഈ ദ്വിമുഖ സ്വഭാവം എന്ന് പറയാനുള്ള കാരണം, ഒരു വശത്ത് ബ്രിട്ടീഷ് വിരുദ്ധ ബ്രിട്ടീഷുകാർ പോകണം, അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കുന്ന ഒരു ഇന്ത്യ ഉണ്ടാകണം എന്നുള്ള കാര്യത്തിൽ ആർക്കും അതിന് അഭിപ്രായമൊന്നുമില്ല. അതിപ്പോൾ എസുകാരും അതിനെതിരെ അഭിപ്രായമൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷേ അങ്ങനെ ഉണ്ടായി വരുന്ന ഇന്ത്യ എന്തായിരിക്കണം എന്നുള്ള കാര്യത്തിൽ വ്യക്തമായ അഭിപ്രായ വ്യത്യാസമാണ് ഉണ്ടായി വന്നത്. ആ വ്യക്തമായ അഭിപ്രായ വ്യത്യാസം നമുക്കൊരു 3 തലത്തിലുള്ള ഭിന്നതകൾ നമുക്ക് കാണാം. ഒന്ന്, മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങൾ ഒന്നാകണം. 2, മുഴുവനും പ്രദേശങ്ങളും ഹിന്ദു രാഷ്ട്രമാകണം. 3ാമത്, ഈ 2 വേർതിരിവുകളുമില്ലാതെ ഒരു മതനിരപേക്ഷ രാഷ്ട്രത്തിൻ്റെ തലം സ്വീകരിക്കണം എന്ന് പറഞ്ഞ മതനിരപേക്ഷത, നമ്മളിന്ന് സെക്യുലറിസം എന്നൊക്കെ പറയുന്ന ഒരു പദപ്രയോഗ യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ ഗൗരവത്തിൽ ചർച്ച ചെയ്യാൻ തുടങ്ങിയത് അപ്പോഴാണ്. ഹിന്ദു മുസ്ലിം എന്ന് പറയുന്നൊരു വേർതിരിവ് യഥാർത്ഥത്തിൽ ഉണ്ടെന്നും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു രാഷ്ട്രീയ പ്രയോഗം സാധ്യമാണെന്നുള്ള ബോധ്യം കുറച്ച് പേർക്കെങ്കിലും വളർന്നു വന്നത് ഇക്കാലത്ത് തന്നെയാണ്. അപ്പം അങ്ങനെ വന്നതോടുകൂടി നമ്മളുടെ രാഷ്ട്രീയ പ്രയോഗത്തിൽ പൂർണ്ണമായ ഒരു ജനാധിപത്യ ഇന്ത്യ എന്ന് പറയുന്ന സങ്കല്പത്തിനോടൊപ്പം തന്നെ ഒരു ഹിന്ദു ഇന്ത്യ, മുസ്ലിം ഇന്ത്യ, ഇത് രണ്ടും ഇല്ലാത്ത ഇന്ത്യ എന്ന് പറയുന്നൊരു ത്രിമാന സ്വഭാവമുള്ള മറ്റൊരു ഡിബേറ്റ് കൂടി ഇതിനോടൊപ്പം തന്നെ വളർന്നു വരുന്നതായിട്ട് കാണാം. ഈ 2ാമത്തെ ഡിബേറ്റ് എന്ന് പറയുന്നത് പതുക്കെയായിട്ട് അതിൻ്റെ സ്വാധീനം വൻതോതിൽ വർദ്ധിക്കുന്നു നമുക്ക് 1940കളോടുകൂടി കാണാൻ കഴിയും. 2 വിധത്തിലാണ് ഈ സ്വാധീനം വർദ്ധിക്കുന്നത്.
ഒരു വിധമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യമാണ് പ്രാധാന്യമെന്നും അവിടെ ഹിന്ദു ഇന്ത്യ മുസ്ലിം ഇന്ത്യ എന്നൊക്കെ പറയുന്ന ഇന്ത്യകൾക്കൊന്നും വലിയ പ്രസക്തിയില്ലെന്നും വിചാരിച്ചിരുന്ന ഒരു വിഭാഗമാണ് യഥാർത്ഥത്തിൽ നേതാജി സുഭാഷ് ബോസിനോടൊപ്പം അവരോടൊപ്പം ചേർന്നിട്ട് ആസാദ് ഹിന്ദു ഫൗജ് എന്ന് പറയുന്ന സംഘടന ഉണ്ടാക്കുകയും ഇന്ത്യൻ നാഷണൽ ആർമി എന്ന് പറയുന്ന സംഘടന ഉണ്ടാക്കുകയും സായുധം രൂപം കൊണ്ട് തന്നെ ഇന്ത്യയെ മോചിപ്പിക്കാമെന്നുള്ള ഒരു ഡിമാൻഡിലേക്ക്, ഒരു വാദത്തിലേക്ക് നീങ്ങുകയും ചെയ്തു. ഇതിൻ്റെ ശരി തെറ്റുകളൊന്നും ഇപ്പോൾ നമ്മൾ നോക്കേണ്ട കാര്യമില്ല. പക്ഷേ അന്നത്തെ ഒരു രാഷ്ട്രീയ പ്രയോഗത്തിൻ്റെ പശ്ചാത്തലത്തിൽ അതിൻ്റെ ഒരു പോസിറ്റീവായിട്ടുള്ള ഘടകമായിട്ട് നമ്മൾ കാണേണ്ടത് മുമ്പ് പറഞ്ഞ ഹിന്ദു മുസ്ലിം ഡിബേറ്റിൻ്റെ ഭാഗമായിരുന്നില്ല അവർ എന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഷാനവാസ് ഖാനെയും ലക്ഷ്മി സഹഗളിനെയും പോലെയുള്ള രണ്ട് വ്യത്യസ്ത മതവിഭാഗക്കാർ ഒരുമിച്ച് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ നേതൃത്വത്തിലുണ്ടായിരുന്നു എന്നുള്ളതിനെ കാണിക്കുന്നത് അങ്ങനെയുള്ള ഭിന്നതകൾ ഇല്ലായിരുന്നു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ അത്തരത്തിലുണ്ടായി വരുന്ന ഒരു മതനിരപേക്ഷ രാഷ്ട്രത്തിൻ്റെ സങ്കല്പം ഉൾക്കൊണ്ടവരായിരുന്നു ഈ പറയുന്ന ഈ മുമ്പ് പറഞ്ഞ ഈ INA-യുടെ ആളുകൾ എന്നുള്ളതാണ്. ഇന്ത്യയിൽ വളർന്നു വന്ന ഫോർവേഡ് ബ്ലോക്കിൻ്റെ നേതൃത്വത്തിലും ഇതേ സ്വഭാവം തന്നെയാണ് ഉണ്ടായിരുന്നത്. കോൺഗ്രസ് നിന്ന് വിട്ടുപോയ മുഹമ്മദ് അബ്ദുർ റഹ്മാൻ മുസ്ലിം ആയിരുന്നിട്ട് പോലും അദ്ദേഹം ഏതെങ്കിലും തരത്തിൽ മുസ്ലിം ലീഗിലോ മറ്റേതെങ്കിലും സംഘത്തിലോ ചേരാതെ ഫോർവേഡ് ബ്ലോക്കിൽ ചേരുകയും നേതാജി സുഭാഷ് ബോസിൻ്റെ അനുയായിയായി സ്വയം അവകാശപ്പെടുകയാണ് ഉണ്ടായത്. അപ്പം അങ്ങനെയുള്ള ഒരു തലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ദേശീയ മുസ്ലിങ്ങൾ എന്ന് വിളിക്കുന്നവരും ഈ തീവ്ര മുസ്ലിങ്ങൾ എന്ന് വിളിക്കുന്നവരും തമ്മിലുള്ള ഭിന്നത എന്ന് പറയുന്നത് കൃത്യമായിട്ട് വളർന്നു വന്നൊരു കാലഘട്ടം കൂടിയായിരുന്നു അത് എന്നുള്ളത് നമുക്കിവിടെ കാണാനായിട്ട് കഴിയും. ഇതൊരു വശത്ത് നടക്കുമ്പോൾ തന്നെ തീവ്ര ഹിന്ദുക്കളും അല്ലാത്തവരും തമ്മിലുള്ള വേർതിരിവ് എന്ന് പറയുന്ന ഇതേ രീതിയിലുണ്ടായി വരുന്നതായിട്ടും നമുക്ക് കാണാം. അതിൻ്റെ ഭാഗമായിട്ട് കോൺഗ്രസിൻ്റെ അകത്ത് തീവ്ര ഹിന്ദുക്കൾ എന്ന് വിളിക്കുന്നവർ ക്രമേണ സവർക്കറിൻ്റെ അനുയായികളും അല്ലെങ്കിൽ RSSൻ്റെ അനുയായികളുമായിട്ട് മാറുന്നു. മറ്റുള്ളവർ അവർ കോൺഗ്രസിൻ്റെ അകത്ത് തന്നെ നിൽക്കുന്നു. ഇതിൻ്റെ അർത്ഥം ഈ പറയുന്ന ഒരു ഹിന്ദുക്കളല്ലാതായി അവരൊന്നും മാറുന്നില്ല, പക്ഷേ ഒരു ഹിന്ദു രാഷ്ട്രം എന്ന് പറയുന്ന സങ്കല്പത്തിനെ എതിർക്കുന്നു. ഇപ്പോൾ ഗോവിന്ദ് വല്ലഭ് പന്തിനെ പോലെയുള്ള ആൾക്കാരൊക്കെ ഇതേ രീതിയിൽ നിലനിന്ന ആൾക്കാരാണ്. സർദാർ പട്ടേലിനെ പോലെയുള്ളവർ, ഇപ്പോൾ RSSകാർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരാളാണ് സർദാർ പട്ടേൽ. സർദാർ പട്ടേൽ വളരെ കൃത്യമായിട്ട് വലതുപക്ഷ സ്വഭാവം കാണിച്ചിരുന്ന നാടുവാഴിത്ത രൂപങ്ങളുമായിട്ടൊക്കെ ബന്ധം പുലർത്തിയിരുന്ന ഒരാളായിരുന്നു പട്ടേൽ. പക്ഷേ അതേസമയം തന്നെ അദ്ദേഹം RSSനോട് ഹിന്ദു മഹാസഭ സഖ്യത്തിനോട് കൂടെ പോകാൻ തയ്യാറില്ലാത്ത ആളുമായിരുന്നു. ഇത്തരത്തിലുണ്ടായി വരുന്ന ഭിന്നതകൾ എന്ന് പറയുന്നത് ഇന്ത്യയിലെ രാഷ്ട്രീയത്തിൽ തന്നെ ഒരു പുതിയ തലത്തിലേക്ക് നീങ്ങി എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ ഇതിനെ പാച്ചപ്പ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടക്കാതിരുന്നില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശ്രമം നടന്ന 1943 സിംല അക്കോർഡ് എന്ന് വിളിക്കുന്ന ഒരു ചർച്ചയിലാണ്. മഹാത്മാഗാന്ധിയും മുഹമ്മദ് അലി ജിന്നയും ചേർന്ന് നടത്തിയ ഒരു വലിയൊരു ചർച്ചയിൽ ഈ പറയുന്ന ഈ രാഷ്ട്രപരമായിട്ടുള്ള ഹിന്ദു രാഷ്ട്ര മുസ്ലിം രാഷ്ട്ര ഭിന്നത എന്ന് പറയുന്നത് ഒഴിവാക്കണം എന്നുള്ള വാദം ഉന്നയിക്കുകയും ആ ചർച്ചയിൽ യഥാർത്ഥത്തിൽ RSS ഹിന്ദു മഹാസഭയ്ക്കും പങ്കെടുക്കാതിരിക്കുകയും ചെയ്തു. അവരിതിൽ പങ്കെടുത്തിട്ടില്ല. അപ്പോൾ അവിടെ ചർച്ചയിൽ പങ്കെടുത്തത് ജിന്നയും കോൺഗ്രസിൻ്റെ പ്രതിനിധികളും മാത്രമാണ് പങ്കെടുത്തത്. അപ്പോൾ കാരണം RSSകാർ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം അത്തരത്തിലുള്ള ഒരു ചർച്ചയ്ക്ക് അവർ തയ്യാറില്ല എന്നുള്ള നിലപാടാണ് അവർ സ്വീകരിച്ചത്. പക്ഷേ അവിടെ വെച്ച് നടന്ന ചർച്ചയിൽ ഉയർന്നു വന്ന, പ്രത്യേകിച്ച് മുഹമ്മദ് അലി ജിന്നയുടെ ഭാഗത്തു നിന്നും ജിന്നയെ അനുകൂലിച്ചവരുടെ ഭാഗത്തു നിന്നും ഉയർന്നു വരുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, ഇന്ത്യയിൽ ഒരുപക്ഷെ തുടരാൻ വരെ അവർ തയ്യാറാണ് എന്നുള്ള നിലപാടിൽ വരെ അവർ എത്തിച്ചേർന്നു. പക്ഷെ അവർ ചോദിച്ച ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷ മതവർഗീയതയുടെ ആധിപത്യമുള്ള ഒരു രാഷ്ട്രത്തിൽ നിങ്ങൾ എന്ത് തരത്തിലുള്ള സംരക്ഷണമാണ് ന്യൂനപക്ഷങ്ങൾക്ക്, അതായത് മുസ്ലിം മൈനോറിറ്റിക്ക് നൽകാൻ തയ്യാറാവുക എന്നുള്ള ചോദ്യമാണ് അവർ ചോദിച്ചത്. ഇതിന് കൃത്യമായിട്ടുള്ള ഉത്തരം മഹാത്മാഗാന്ധിക്കോ മറ്റുള്ള കോൺഗ്രസ് ലീഡർഷിപ്പിനോ നൽകാൻ കഴിയാതിരുന്നതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ അവിടെ പങ്കെടുക്കാതിരുന്ന RSSൻ്റെ ഭീഷണി മാത്രമാണ്. മറ്റു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു പക്ഷേ സോൾവ് ചെയ്യാമായിരുന്ന ഒരു വിഭജനത്തിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സോൾവ് ചെയ്യാതിരിക്കാനുള്ള ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു സമ്മർദ്ദ ഗ്രൂപ്പായിട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ മുസ്ലിങ്ങളുടെ ഒരു രാഷ്ട്രം എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളുടെ പ്രസൻസ് പോലും അംഗീകാരമല്ല എന്നുള്ള രീതി സോൾവ് ചെയ്യാതിരിക്കാനുള്ള ഒരു സമ്മർദ്ദ ഗ്രൂപ്പായിട്ട് പ്രവർത്തിച്ചത് അന്ന് RSS ഹിന്ദു മഹാസഭയായിരുന്നു നമുക്ക് കാണാം.
അപ്പോൾ അതൊക്കെ കാണിക്കുന്നൊരു പ്രധാനപ്പെട്ടൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഞാനിവിടെ മറ്റ് വിശദാംശങ്ങളിലേക്കൊന്നും ഇവിടെ പോകുന്നില്ല, അതൊക്കെ കാണിക്കുന്നൊരു പ്രധാനപ്പെട്ട പ്രശ്നം RSS ഹിന്ദു മഹാസഭയുടെ സജീവമായിട്ടുള്ള പ്രസൻസ്, അവരുടെ സാന്നിധ്യം, അവരുടെ തുടർച്ചയായിട്ടുള്ള വളരെ പ്രകോപനപരമായിട്ടുള്ള ക്യാമ്പയിൻ, പ്രചരണ രൂപങ്ങൾ എന്ന് പറഞ്ഞത് ഒരർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഒരു പക്ഷേ സാധ്യമാകുമായിരുന്ന ഒരു ഇന്ത്യൻ ഐക്യത്തെ പോലും സാധ്യമല്ലാതാക്കി തീർത്തു എന്നുള്ളതാണ് ഞാനിവിടെ സൂചിപ്പിക്കുന്നത്. സിംല അക്കോർഡിൻ്റെ പരാജയം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഇതിലൊന്നാണ്. ഇതിനെ, ഈ പറയുന്ന സംഗതിയെ, അതിനെ ഫലപ്രദമായിട്ട് ഉപയോഗിച്ചത് കൊളോണിയൽ ഭരണാധികാരികളാണ്. അതിന് ധാരാളം തെളിവുകളുണ്ട്. ഞാൻ 2 കാര്യങ്ങൾ മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. ഒന്ന് എന്ന് പറയുന്നത് 1942 ക്വിറ്റ് ഇന്ത്യ സമരത്തിന് തൊട്ട് ശേഷം ഉണ്ടായി വന്ന ക്രിപ്സ് ദൗത്യം എന്ന് പറയുന്ന സംഗതിയാണ്. അക്കാലത്ത് പുതുതായിട്ട് വന്ന വിൻസ്റ്റൺ ചർച്ചിലിൻ്റെ ഗവൺമെൻറ് സർ സ്റ്റാഫോർഡ് ക്രിപ്സ് എന്ന് പറയുന്ന ആളെ ഇന്ത്യക്കാരുമായിട്ട് ചർച്ച ചെയ്യാനായിട്ട് വിട്ടു. സർ സ്റ്റാഫോർഡ് ക്രിപ്സ് മഹാത്മാഗാന്ധിയെ കണ്ടു. മഹാത്മാഗാന്ധിയെ കണ്ടപ്പോൾ വെച്ച പ്രധാനപ്പെട്ട നിർദ്ദേശം എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യം അംഗീകരിക്കാം എന്നുള്ളതായിരുന്നു. പക്ഷേ ഇന്ത്യയുടെ സ്വാതന്ത്ര്യം അംഗീകരിക്കുമ്പോൾ 2 കാര്യങ്ങൾ വെച്ച്. ഒന്നൊരു ഡൊമിനിയൻ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ ഭരണകൂടത്തിന് അതിന് മുകളിൽ ബ്രിട്ടീഷ് രാജാവിൻ്റെ, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ പ്രസിഡൻഷിപ്പ്, അത് അംഗീകരിക്കണം എന്നുള്ള ഒന്നായിരുന്നു അത്. രണ്ടാമത്തെ സംഗതി എന്ന് പറഞ്ഞാൽ ഒരു വിഭജിത ഇന്ത്യൻ രാഷ്ട്രമാണ് ഞങ്ങൾ പ്രപ്പോസ് ചെയ്യുന്നതെന്നുള്ളതായിരുന്നു. എന്ന് പറഞ്ഞാൽ വിഭജിത ഇന്ത്യൻ രാഷ്ട്രം എന്ന് പറയുന്നതോട് ഉദ്ദേശിക്കുന്നത് അത് പാകിസ്ഥാൻ, ഇന്ത്യ നാടുവാഴികൾക്ക് അവർക്ക് സ്വതന്ത്രമായിട്ട് അവർക്ക് തീരുമാനിക്കാം, എവിടെ ചേരുകയോ ചേരാതിരിക്കുകയോ ചെയ്യാമെന്നുള്ള ഒരു തീരുമാനമെടുക്കാം. ഇങ്ങനെയുള്ളൊരു പ്രപ്പോസലാണ് ക്രിപ്സ് വെച്ചത്. ഈ ക്രിപ്സിൻ്റെ പ്രപ്പോസലിൻ്റെ പിന്നിൽ കിടന്നിരുന്നത് ഒരു ഡിപ്ലോമാറ്റ് കൂടിയായിരുന്ന റെജിനാൾഡ് കോപ്ലാൻഡ് എന്ന് പറയുന്ന ആളുടെ ഒരു തീസിസ് ആയിരുന്നു. ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ഏകോപിത രാഷ്ട്രമായിട്ട് നിൽക്കുകയാണെങ്കിൽ അത് ഛിന്ന ഭിന്നമായി പോവും, അങ്ങനെ ഒരു രാഷ്ട്രം ഉണ്ടാവില്ല, അത് തകർന്നു പോവും. അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷുകാർക്കും ഇന്ത്യക്കാർക്കും ഏറ്റവും നല്ലത് യഥാർത്ഥത്തിൽ വളരെ സമുചിതമായ രീതിയിലുള്ള ഒരു ദേശീയ ഭിന്നതയെ അംഗീകരിക്കുന്ന രീതി പല രാഷ്ട്രങ്ങളായി വേർതിരിയുക എന്നുള്ളതാണ്. മറ്റൊരു രീതി പറയുകയാണെങ്കിൽ പാകിസ്ഥാൻ ഹിന്ദുരാഷ്ട്രവാദം എന്ന് വളർത്തിക്കൊണ്ടുവന്ന ആ ആശയസംഹിത, അതിനോടൊപ്പം തന്നെ നാടുവാഴിത്തത്തിൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ മുമ്പ് പറഞ്ഞ രീതി പല രാജ്യങ്ങൾ ഉന്നയിച്ചിട്ടുള്ള വാദഗതികൾ കൂടിയായപ്പോൾ, തിരുവിതാംകൂർ മഹാരാജാവ് അടക്കമുള്ള ആൾക്കാരുടെ വാദഗതികൾ കൂടിയായപ്പോൾ സംഭവിച്ചത്, ഇന്ത്യ അതിനെ ഫലപ്രദമായി ഉപയോഗിച്ചുകൊണ്ട് കോപ്ലാൻഡ്, ക്രിപ്സ് തുടങ്ങിയിട്ടുള്ള ആളുകളൊക്കെ കൂടി ചേർന്ന് ഒരു ഇന്ത്യ സ്വതന്ത്രമാവുകയാണെങ്കിൽ ഏകോപിതമായിട്ടുള്ളൊരു ഇന്ത്യ ഉണ്ടാവുകയില്ല എന്ന് ഉറപ്പുവരുത്താനുള്ള ശ്രമങ്ങളാണ് അന്ന് നടത്തിയത്. അത്തരത്തിലുള്ള ശ്രമങ്ങൾക്ക് ഏതാണ്ട് കൂട്ടുനിൽക്കുകയാണ് RSS ഹിന്ദു മഹാസഭ അന്ന് ചെയ്തത് എന്നുള്ളത് നമുക്ക് കാണാം. കാരണം അതിനെ ശക്തമായിട്ട് എതിർത്തുകൊണ്ട് ഏകോപിത ഇന്ത്യ എന്ന് പറയുന്നത് മതനിരപേക്ഷമായിട്ട് സ്ഥാപിക്കണമെന്നുള്ള നിലപാട് അവരെടുത്തിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ പറയുന്ന മാറ്റങ്ങൾ ഉണ്ടാവുമായിരുന്നില്ല എന്നുള്ളതാണ് വീണ്ടും നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1940കളിൽ RSS എടുക്കുന്ന നിലപാടുകൾ, അവർ തുടർച്ചയായിട്ട് വീണ്ടും എടുക്കുന്ന നിലപാടുകൾ എന്ന് പറയുന്നത് ഒരു ഏകോപിത ഇന്ത്യയുടെ സാധ്യതകൾ തകർത്തു എന്നുള്ളത് മാത്രമല്ല, പിന്നീട് നമ്മൾ കണ്ടിട്ടുള്ള ഇന്ത്യയുടെ ഇപ്പോൾ അടുത്ത കാലത്ത് വന്നിട്ടുള്ള കശ്മീർ അടക്കമുള്ള പ്രശ്നങ്ങളിലൊക്കെ തന്നെ അതിൻ്റെ അടിത്തറ സൃഷ്ടിക്കുന്നതിൽ ഇവരൊരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുകയും ചെയ്തു എന്നുള്ളത് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. സ്വതന്ത്ര ഇന്ത്യയെക്കുറിച്ചുള്ള RSS ഹിന്ദു മഹാസഭ നിലപാടുകൾ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പൂർണ്ണമായ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ കാഴ്ചപ്പാടുകളും ആഗ്രഹങ്ങൾക്കും അനുസരിച്ചുള്ള ആയിരുന്നില്ല എന്നുള്ളതാണ് നമുക്കിവിടെ ഏറ്റവും വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നത്. എന്ന് മാത്രമല്ല, ഇതിൻ്റെ ഇടയ്ക്ക് മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കേണ്ടതുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് കൂടി തന്നെ കോൺഗ്രസ്സിലുള്ള ഇടതുപക്ഷവും അതുപോലെ തന്നെ സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷമൊക്കെ വെച്ചിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട മുദ്രാവാക്യം ഉണ്ടായിരുന്നു. ഒരു ഏകോപിത ഇന്ത്യ എന്ന് പറയുന്നത് സാധ്യമാണ്. അത് എങ്ങനെയാണ് സാധ്യമാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേശീയതകളുടെ, അതായത് നാഷണാലിറ്റീസ് എന്ന് വിളിക്കും, ഭാഷയും സാംസ്കാരികവുമായിട്ടുള്ള ഇന്ന് നിലനിൽക്കുന്ന ഭാഷാദേശീയതകളുടെ, ഭാഷാ സാംസ്കാരിക ദേശീയതകൾക്ക് അവർക്ക് അവരുടേതായിട്ടുള്ള പ്രവർത്തന സ്വാതന്ത്ര്യം നൽകിക്കൊണ്ടുള്ളൊരു ഇന്ത്യൻ യൂണിയൻ എന്ന് പറയുന്നൊരു സങ്കല്പം ഉണ്ടാവുക എന്നുള്ളതാണ്
അവർ മുന്നോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയം. കമ്മ്യൂണിസ്റ്റ് നേതാവായിട്ടുള്ള ജി അധികാരിയാണ് ഈ ആശയം ഏറ്റവും ശക്തമായിട്ട് മുന്നോട്ട് വെച്ച ആൾ. 1943 ഈ അധികാരി ആണ് ഇതിനെ സംബന്ധിച്ച പ്രമേയം അന്നത്തെ പാർട്ടി കോൺഗ്രസ്സിൽ അവതരിപ്പിച്ചതും. അപ്പോൾ അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയം എന്ന് പറയുന്നത് ഭാഷ, സംസ്കാരം, സാമ്പത്തിക ഘടകങ്ങൾ, അതുപോലെ തന്നെ ഭൂമിശാസ്ത്രപരമായ ഘടകങ്ങൾ, ഒരു പൊതുദേശീയ വികാരം എന്നിവ ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള വ്യത്യസ്ത ദേശീയതകൾ എന്ന് പറയുന്ന 17ഓളം ദേശീയതകൾ എന്ന് ഇവർ അന്ന് ലിസ്റ്റ് ചെയ്തു. ഈ 17ഓളം ദേശീയതകൾ അടങ്ങുന്ന ഒരു ഇന്ത്യൻ യൂണിയൻ എന്ന് പറയുന്നത് സാധ്യമാണ്. അതിനോടൊപ്പം തന്നെ ഈ ഇന്ത്യൻ യൂണിയൻ്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി അവർ പറഞ്ഞു. ഒരു പ്രത്യേക പ്രദേശത്തുള്ള ഒരു ദേശീയ വികാരം എന്ന് പറയുന്നത് ആ ദേശീയ വികാരത്തിൻ്റെ അകത്ത് ചിലപ്പോൾ അത് മതപരമായിരിക്കാമെന്നും അങ്ങനെയുള്ള മതപരമായിട്ടുള്ള വികാരം ദേശീയ വികാരത്തിൻ്റെ ഭാഗമാകുമ്പോൾ അത് അംഗീകരിക്കണമെന്നുള്ള നിലപാടും അന്ന് സ്വീകരിച്ചു. അതിനോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി അന്ന് പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസ്റ്റ് ഇടതുപക്ഷം ആവശ്യപ്പെട്ടു. അതായത് ഇത്തരത്തിൽ ഉണ്ടായി വരുന്ന ഒരു പൊതുരാഷ്ട്രത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു രാഷ്ട്രത്തിന് വേറിട്ട് പോകണം എന്ന് വാദിക്കുകയാണെങ്കിൽ അത് അംഗീകരിക്കണമെന്നുള്ള നിലപാടും അവരെടുത്തു. വേറിട്ട് പോകൽ വാദം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പിന്നീട് വലിയ ചർച്ച പിന്നീട് നടന്നിട്ടുണ്ട്. അത് വേണ്ട എന്നുള്ള നിലപാടെടുത്തിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ തന്നെ ആ നിലപാടിലേക്ക് നീങ്ങിയിട്ടുണ്ട്. പക്ഷേ അതേസമയം തന്നെ ഈ നമ്മൾ പറയുന്ന കാലയളവിൽ ഒരർത്ഥത്തിൽ പറയുകയാണെങ്കിൽ വെറും മതദേശീയതയുടെ അടിസ്ഥാനത്തിലും മതവർഗീയതയുടെ അടിസ്ഥാനത്തിലുള്ള വേർതിരിവുകളെ അതിനെ ചെറുത്തു നിൽക്കാനുള്ള ശക്തമായിട്ടുള്ളൊരു ഉപാധിയാണെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ മുന്നോട്ട് വെച്ചത്. പക്ഷേ അതിനെ സ്വീകരിക്കാൻ അന്ന് യഥാർത്ഥത്തിൽ കോൺഗ്രസ് അടക്കമുള്ള ആരും തന്നെ തയ്യാറായിരുന്നില്ല. പിന്നീടും നമുക്ക് കാണാൻ കഴിയുന്ന കോൺഗ്രസ് ഒരു ഘട്ടം വരെ ദേശീയ ഒരു ഭാഷാ സംസ്ഥാനങ്ങൾക്ക് അനുകൂലമല്ലായിരുന്നു എന്നാണ് നമ്മൾ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. അപ്പം അങ്ങനെ വരുമ്പോൾ സംഭവിച്ചത് ഈ ഒരു പ്രപ്പോസലിൻ്റെ യഥാർത്ഥത്തിൽ അതിൻ്റെതായിട്ടുള്ള ഗൗരവത്തിൽ ആരും എടുത്തില്ല എന്നുള്ളതാണ് അന്ന് സംഭവിച്ചത്. മറ്റൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ ഒരു കോൺഗ്രസ് നിർദ്ദേശിച്ച പോലെയുള്ള ഒരു ഏകോപിത രാഷ്ട്രം, അത് ഏതാണ്ട് സാധ്യമല്ല എന്നുള്ള സ്ഥിതിവിശേഷം 1940കളുടെ മധ്യത്തിൽ തന്നെ ആയിക്കഴിഞ്ഞിരുന്നു. അതല്ലെങ്കിൽ പിന്നീട് ചെയ്യാൻ കഴിയുന്നത് അത് ഒരു വിഭജിത രാഷ്ട്രം, ആ വിഭജിത രാഷ്ട്രത്തിൻ്റെ അടുത്തേക്ക് തൽക്കാലത്തേക്ക് പാകിസ്ഥാൻ ഏതായാലും അംഗീകരിക്കണം, മറ്റേ രാഷ്ട്രം എന്തായിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് വീണ്ടും വാദപ്രതിവാദങ്ങളാവാം. അപ്പം അങ്ങനെയുള്ള ഒരു നിലപാടിലേക്ക് 1940കളുടെ മധ്യത്തോടുകൂടി നീങ്ങുന്നതായിട്ട് കാണാം. പിന്നീട് നടക്കുന്ന പ്രധാനപ്പെട്ട സംഗതി 1946 ക്യാബിനറ്റ് മിഷൻ എന്ന് പറയുന്നൊരു മിഷൻ. ഇംഗ്ലണ്ടിലെ ഗവൺമെൻറ് മാറുന്നു. ലേബർ പാർട്ടിയുടെ അറ്റ്ലി ഗവൺമെൻറ്റാണ് ഇംഗ്ലണ്ട് ഭരിച്ചത്. അവർ അയച്ചൊരു മിഷൻ, പെത്തിക് ലോറൻസ് തുടങ്ങിയിട്ടുള്ള ആളുകളടങ്ങുന്ന ക്യാബിനറ്റ് മിഷൻ അവരും ഇന്ത്യയിലുള്ള പാർട്ടികളുമായിട്ട് വീണ്ടും സംഭാഷണം നടത്തി. ഈ ഇന്ത്യയിലുള്ള പാർട്ടികളുമായിട്ട് വീണ്ടും സംഭാഷണം നടത്തിയപ്പോൾ ആദ്യഘട്ടത്തിൽ കോൺഗ്രസ് വിഭജനത്തെ എതിർത്തുവെങ്കിലും അവസാനം വരെ അത് അംഗീകരിച്ചു. പാകിസ്ഥാൻ, ഇന്ത്യ എന്ന് പറയുന്ന രണ്ട് രാഷ്ട്രങ്ങളുമായിട്ട് മാറുമെന്നുള്ള അംഗീകരിച്ചതോടുകൂടി അതോടുകൂടി വീണ്ടും നമുക്ക് RSS ഹിന്ദു മഹാസഭ വിഭാഗം ഇതിനെ എതിർക്കുന്നത് നമുക്ക് വീണ്ടും കാണാം. പക്ഷേ അതിനെ അനുനയിപ്പിക്കാനുള്ള ശ്രമം എത്രമാത്രം വിജയിച്ചു എന്നുള്ളതൊക്കെ പരിശോധിക്കേണ്ട കാര്യമാണ്. 1946 ഒരു പ്രൊവിഷണൽ ഗവൺമെൻറ് ഉണ്ടാക്കാനുള്ള അനുവാദം ഇവിടുത്തെ ഇന്ത്യക്കാർക്ക്, ഇന്ത്യയിലുള്ള ദേശീയ നേതാക്കന്മാർക്ക് അന്ന് നൽകപ്പെട്ടു. അന്ന് ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിലൊരു ഗവൺമെൻറ് രൂപീകരിച്ചു. ആ ഗവൺമെൻറ്റിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്, പക്ഷേ അതോടൊപ്പം തന്നെ എത്രമാത്രം ശരിയാണ് നമുക്കറിഞ്ഞുകൂടാത്തൊരു കാര്യം കൂടി നടന്നു. അതായത് അക്കാലത്ത് ഹിന്ദുരാഷ്ട്രം പോലെ ശക്തമായിട്ടുള്ള മറ്റൊരു വാദം ഉണ്ടായിരുന്നു. അകാലികൾ എന്ന് വിളിക്കുന്ന, അകാലിദൾ എന്ന് വിളിക്കുന്ന വിഭാഗം അന്ന് ഒരു സിഖ് രാഷ്ട്രത്തിന് വേണ്ടി കൂടി വാദിച്ചിരുന്നു. ഒരു ഖാൽസ എന്ന് പറയുന്ന ഒരു സിഖ് രാഷ്ട്രത്തിന് വേണ്ടി കൂടിയുള്ള വാദം അക്കാലത്തുണ്ടായിരുന്നു. ഇവർ രണ്ടുപേരെ അനുനയിപ്പിക്കുന്നതിൻ്റെ പേരിൽ നമുക്ക് ഈ ക്യാബിനറ്റ് പുതിയ പ്രൊവിഷണൽ ഗവൺമെൻറ് രൂപീകരിച്ചപ്പോൾ ഹിന്ദു മഹാസഭയുടെ നേതാവായിരുന്ന ശ്യാമപ്രസാദ് മുഖർജിയെയും അതുപോലെ തന്നെ അകാലി നേതാവായിരുന്ന ബൽദേവ് സിംഗിനെയും ഇതിൻ്റെ മന്ത്രിസഭയിലേക്ക് കൊണ്ടുവന്നു. മറ്റു രീതിയിൽ പറയുകയാണെങ്കിൽ സ്വതന്ത്ര ഇന്ത്യ ഉണ്ടാവും, പക്ഷേ സ്വതന്ത്ര ഇന്ത്യ ഉണ്ടാകുന്ന മതനിരപേക്ഷ ഇന്ത്യ ആയിരിക്കും എന്ന് മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ ആ മതനിരപേക്ഷ ഇന്ത്യയിൽ ഹിന്ദു സിഖ് മതങ്ങൾക്ക് അവരുടേതായിട്ടുള്ള പ്രാതിനിധ്യം ഉണ്ടാവും എന്നുള്ളൊരു ഇൻഡയറക്റ്റായിട്ടുള്ളൊരു സൂചനയാണ് ഈ പറയുന്ന മന്ത്രിസഭാ രൂപീകരണത്തിലൂടെ
കോൺഗ്രസ് നേതൃത്വം യഥാർത്ഥത്തിൽ ഹിന്ദു കക്ഷികൾക്ക് നൽകിയത്. അതോടുകൂടി യഥാർത്ഥത്തിൽ ഒരു വലിയൊരു കാഴ്ചപ്പാടിൽ വ്യത്യാസം സംഭവിക്കുകയാണ്. നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ, എല്ലാവരും പറയുന്ന പോലെ, ഇന്നും നമ്മൾ ചർച്ച ചെയ്യുന്ന പോലെ തന്നെ ജാലിയൻവാലാ ബാഗ് അല്ലെങ്കിൽ നിസ്സഹകരണ പ്രസ്ഥാനം അല്ലെങ്കിൽ ഉപ്പു സത്യാഗ്രഹം, എന്തിന് ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം തുടങ്ങിയവയിലൊക്കെ ഒക്കെ തന്നെ പ്രകടിപ്പിക്കപ്പെട്ട ഒരു ജനകീയ സ്വാതന്ത്ര്യ സങ്കല്പം. ആ ജനകീയ സ്വാതന്ത്ര്യ സങ്കല്പം എന്ന് പറയുന്നത് ഇന്ത്യയിലുള്ള സമസ്ത ജനവിഭാഗങ്ങളുടെയും സ്വാതന്ത്ര്യം എന്ന് പറയുന്നൊരാശയം. ആ ആശയം എന്ന് പറയുന്നതിനെ സാധ്യമാക്കുന്ന രീതിയിലുള്ള ഒരു പരിപൂർണ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടാണ് ഇന്ത്യക്കാർ പോരാടി വന്നിരുന്നത്. ആ പൂർണ്ണ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ടാണ് ഒരുപക്ഷെ ഖാൻ അബ്ദുൽ ഗഫർ ഖാൻ മുതൽ ഇവിടെ എല്ലാ കമ്മ്യൂണിസ്റ്റുകാർ വരെ ഏതു തരത്തിലുള്ള വിഭാഗമായാലും അതിനെ പിന്തുണച്ചും ഈ പൂർണ്ണ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു. പക്ഷെ നമ്മൾ 46-ന് ശേഷം കാണുന്നത് ഈ പറയുന്ന ആദ്യഘട്ടത്തിൽ ഉണ്ടായി വന്ന പൂർണ്ണ സ്വാതന്ത്ര്യം തന്നെയാണോ ഇന്ത്യക്കാർക്ക് ലഭിച്ചത് എന്നുള്ളൊരു ചോദ്യം ന്യായമായിട്ട് ചോദിക്കാം. അങ്ങനെയുള്ള ചോദ്യം ചോദിക്കാനുള്ള 2-3 കാരണങ്ങളുണ്ട്. ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മുമ്പ് പറഞ്ഞ പോലെ പാകിസ്ഥാനും അതുപോലെ തന്നെ ഇന്ത്യ എന്ന് പറയുന്ന 2 രാഷ്ട്രങ്ങളുണ്ടായി. രണ്ടാമത്തെ കാരണം, അതൊരു പക്ഷേ ആരും ശ്രദ്ധിക്കാത്ത പക്ഷേ വളരെ ഗൗരവമുള്ളൊരു കാരണമാണ്. അതിൻ്റെ ഫലമായിട്ട് വന്ന ഇന്ത്യൻ യൂണിയൻ എന്ന് പറയുന്ന യൂണിയനിലേക്ക് മുമ്പ് പറഞ്ഞ റെജിനാൾഡ് കൂപ്ലാൻഡ് തീസിസിൻ്റെ ഭാഗമായിട്ട് എന്ന് പറയുന്ന പോലെ തന്നെ യഥാർത്ഥത്തിൽ അവിടെ ഈ പറയുന്ന ഇന്ത്യൻ യൂണിയനിലേക്കുള്ള ഒരു ഓപ്ഷൻ, അത് അവർക്ക് ഇന്ത്യയിലുണ്ടായിരുന്ന 1,600-ഓളം വരുന്ന നാട്ടുരാജ്യങ്ങൾക്ക്, പ്രിൻസ്ലി സ്റ്റേറ്റ്സ് എന്ന് പറയുന്ന നാട്ടുരാജ്യങ്ങൾക്ക് അത് ചേരാനുള്ള ഒരു മാൻഡേറ്റ് കൊടുത്തു. പക്ഷേ ചേരാനായിട്ട് അവർക്കുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ളൊരു ഇതും കൂടി കൊടുത്തു. അതാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ത്യക്കകത്ത് നിലനിൽക്കുന്ന ഈ പറയുന്ന വൈജാത്യങ്ങൾ, ഭൂരിപക്ഷ ന്യൂനപക്ഷ സ്വഭാവമുള്ള വൈജാത്യങ്ങളെന്ന് പറയുന്നവ പല രീതികളിലും അത് പരിഹരിക്കപ്പെടുമെന്നുള്ള യാതൊരു തരത്തിലുള്ള ഉറപ്പുമില്ലാതെയാണ് മേൽപ്പറഞ്ഞ രീതിയിലുള്ള ഒരു സ്വാതന്ത്ര്യം അക്കാലത്തുണ്ടായി വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ന്യൂനപക്ഷങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു ഭൂരിപക്ഷത്തിൻ്റെ നിയന്ത്രണത്തിൽ വരുന്നൊരു സമൂഹത്തിൽ ജീവിക്കേണ്ടി വരുമ്പോൾ ഉണ്ടായി വരുന്ന സംഗതികൾ എന്തായിരിക്കും, അതിനെക്കുറിച്ചുള്ള ഒരു ഉറപ്പില്ല. ഭൂരിപക്ഷം എന്ന് പറയുന്ന ഹിന്ദുക്കൾ എന്ന് വിളിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്വാതന്ത്ര്യം എന്തായിരിക്കും എന്നുള്ള ഉറപ്പില്ല. അപ്പോൾ ജാതിബദ്ധമായിട്ടുള്ളൊരു സമൂഹത്തിൽ ഈ ജാതിബദ്ധമായിട്ടുള്ള ഇപ്പോൾ അതിനു മുമ്പ് അംബേദ്കറൊക്കെ വാദിച്ചിരുന്ന പോലെ ജാതിയുടെ നിരാസം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള വ്യക്തതയില്ല. ഒരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ സാമൂഹ്യവും സാമ്പത്തികവും അതുപോലെ തന്നെ സ്വാശ്രയത്വത്തിൻ്റെയും അടിസ്ഥാന പ്രശ്നങ്ങളൊക്കെ തന്നെ ബാക്കി വെച്ചിട്ടാണ്, അവയെക്കുറിച്ചൊന്നും വ്യക്തതയില്ലാതെ അതൊക്കെ ബാക്കി വെച്ചിട്ടാണ് യഥാർത്ഥത്തിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത്. ഈ പറയുന്ന പ്രശ്നങ്ങൾ യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യത്തിൻ്റെ കാലത്ത് തന്നെ ഉയർന്നു വരാനായിട്ട് ആരംഭിച്ചു. അവിടെയാണ് 1947-48 കാലങ്ങളിലുള്ള വലിയ വർഗീയ ലഹളകൾ പൊട്ടിപ്പുറപ്പെടുന്നതിന് കാരണം. ഈ വർഗീയ ലഹളകളും അതിനെ തുടർന്നുണ്ടായി വന്നിട്ടുള്ള മുമ്പ് പറഞ്ഞ രീതിയിലുള്ള ഒരു ദേശീയതയെ സൃഷ്ടിക്കുമ്പോഴുണ്ടായി വരുന്ന ചില അടിസ്ഥാന മര്യാദകളെന്ന് പറയുന്നവ പലതും യഥാർത്ഥത്തിൽ പാലിപ്പിക്കപ്പെടുന്നതിലുണ്ടായി വന്നിട്ടുള്ള പ്രശ്നങ്ങളുമൊക്കെയാണ് പിന്നീട് നമ്മൾ ഗൗരവമുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങളായിട്ട് മാറുന്നു. ഈ കാലഘട്ടത്തിലൊന്നിലും പ്രശ്നങ്ങളെ സോൾവ് ചെയ്യാനോ അല്ലെങ്കിൽ അതനുസരിച്ച് എന്തെങ്കിലും ക്രിയാത്മകമായിട്ടുള്ള സൃഷ്ടിപരവും ക്രിയാത്മകമായിട്ടുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കാനോ ഒന്നും തന്നെ യഥാർത്ഥത്തിൽ ഇവിടുത്തെ ഹിന്ദുത്വ വർഗീയത തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയുള്ളത്. അവർ മുമ്പ് പറഞ്ഞ രീതിയിലുള്ള ഹിന്ദു രാഷ്ട്ര സങ്കല്പത്തിൽ നിന്ന് മാറാനും മറ്റും അവർ തയ്യാറായിരുന്നില്ല എന്ന് മാത്രമല്ല, 1946 രൂപം കൊണ്ട് പിന്നീട് ഭരണഘടന തയ്യാറാക്കാനുള്ള കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ അംഗങ്ങളായിരുന്ന അപൂർവം ചില RSSകാർ അവർ ഈ പറയുന്ന ആശയങ്ങൾ വീണ്ടും അവിടെ തന്നെ മുന്നോട്ട് വെച്ചു. മതനിരപേക്ഷതയ്ക്ക് അവരെതിരായിരുന്നു. ജനാധിപത്യ സങ്കല്പത്തിന്, മുമ്പ് പറഞ്ഞൊരു സമ്പൂർണ്ണ ജനാധിപത്യ സങ്കല്പത്തിന് അവരെതിരായിരുന്നു. ഭാരതം എന്ന് പറയുന്ന പേരിൽ ഇന്ത്യ വേണമെന്ന് അവർ വാദിച്ചു. ധാർമ്മിക മൂല്യങ്ങളെക്കുറിച്ചുള്ള പ്രത്യേക വിഭാഗങ്ങൾ ഉൾക്കൊള്ളണമെന്ന് വാദിച്ചു. ഹിന്ദുമതം എന്ന് പറയുന്ന ഇന്ത്യയുടെ ഔദ്യോഗിക മതമായിട്ട് പ്രഖ്യാപിക്കണമെന്ന് അവർ വാദിച്ചു. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നതല്ലാതെ എന്തെങ്കിലും തരത്തിൽ സങ്കീർണമായ അന്നത്തെ ഇന്ത്യ
മോചിപ്പിക്കപ്പെടുമ്പോൾ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ടുള്ള ക്രിയാത്മകമായിട്ടുള്ള എന്തെങ്കിലും നിർദ്ദേശങ്ങൾ ഇവരുടെ ഭാഗത്തു നിന്ന് വന്നതായിട്ട് അറിയില്ല. ആ ഒരു പശ്ചാത്തലം കൂടി എടുത്തുകൊണ്ട് വേണം നമുക്ക് സ്വാതന്ത്ര്യാനന്തരം നടക്കുന്ന മാറ്റങ്ങൾ, മഹാത്മാഗാന്ധിയുടെ വധം അടക്കം ഉള്ളതിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം നമുക്ക് പരിശോധിക്കേണ്ടി വരിക.